5 വർഷങ്ങളായി ലോക മലയാളികൾ ഒന്നടങ്കം തിരയുന്ന മുഖമാണിത്. ജസ്ന മരിയ ജെയിംസ്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ജസ്ന. 2018 മാർച്ച് 22 രാവിലെ 9:30 കോട്ടയം മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് ജസ്ന പിതൃസഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങി. ബന്ധുക്കൾ ജസ്നയെ അവസാനമായി കണ്ടത് ആ നിമിഷമായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിയ ജസ്ന ഓട്ടോയിൽ കയറി മുക്കൂട്ടുതറയിലെത്തി അവിടെ നിന്നും ബസ്സിൽ കയറി എരുമേലിയിൽ ഇറങ്ങി. മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നിന്നും പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളിൽ ജസ്നയോട് രൂപസാദൃശ്യം തോന്നുന്ന പെൺകുട്ടിയെ കണ്ടിരുന്നു. സുഹൃത്തുക്കൾ അത് ജസ്നയാണെന്ന് പറയുമ്പോഴും ബന്ധുക്കൾ അത് ജസ്നയല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തുടർന്ന് ജസ്നയുടെ പിതാവിനെയും സഹോദരനെയും പലതവണ ചോദ്യം ചെയ്തു. നുണപരിശോധനയ്ക്ക് വിധേയരാക്കി. ജസ്നയുടെ തിരോധാനത്തിൽ പിതാവിന്റെയും സഹോദരന്റെയും പങ്ക് പരിശോധിച്ചു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കേസിന് പ്രയോജനപ്പെടുന്ന ഒരു തുമ്പും ലഭിച്ചില്ല. ജസ്നയുടെ ഫോണിൽ അവസാനം വന്ന കോൾ ജസ്നയുടെ ആൺസുഹൃത്തിന്റേതായിരുന്നു. അയാളെ ചോദ്യം ചെയ്തെങ്കിലും കൂടുതലായി ഒന്നും പോലീസിന് ലഭിച്ചില്ല. പിന്നെ അന്വേഷണം മുംബൈ, ചെന്നൈ, ബംഗളൂരു തുടങ്ങി പ്രധാന നഗരങ്ങളിലും വ്യാപിപ്പിച്ചു. ജസ്നയെ കണ്ടെത്തുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികമായി സർക്കാർ പ്രഖ്യാപിച്ചു. ജസ്നയോട് സാമ്യം തോന്നുന്ന നിരവധി പെൺകുട്ടികളെ കണ്ടെത്തി. പോലീസിന് നിരാശയായിരുന്നു ഫലം. തുടർന്ന് ജസ്ന തിരോധാനം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തു. നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ബാക്കി പുറത്തേക്കുള്ള അന്വേഷണത്തിലെല്ലാം പോലീസിൻ്റെ അതുവരെയുള്ള അന്വേഷണം വളരെ ശക്തമായ രീതിയിൽ പോയി മദ്രാസ്, കോയമ്പത്തൂർ, ഈവൻ വിദേശ രാജ്യങ്ങളിൽ ഖത്തർ അല്ലെ അങ്ങനെയുള്ള രാജ്യത്ത് പോലും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും അവിടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ കേരള പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും ഒടുവിൽ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ CBIയെയും മുൾമുനയിൽ നിർത്തിച്ചു ജസ്ന തിരോധാന കേസ്. KG സൈമൺ പത്തനംതിട്ട SP ആയി എത്തിയ ശേഷം അന്വേഷണം ദ്രുതഗതിയിലായി. ജസ്നയെക്കുറിച്ച് ചില നിർണായക സൂചനകൾ ലഭിച്ചെന്ന് അദ്ദേഹം അവകാശപ്പെട്ടെങ്കിലും കൃത്യമായ ഉത്തരം കണ്ടെത്താൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ചിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു. അപ്പോഴതിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ കണ്ടുപിടിക്കാത്ത ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോഴും നമുക്കൊരു നല്ല പ്രതീക്ഷ അടുത്തുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു കോഡ് വരികയും പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോവുകയെല്ലാം ചെയ്തു. എന്താണെങ്കിലും ഈ പറഞ്ഞ മുക്കുട്ടുതറയ്ക്കും നമ്മുടെ ഈ എരുമേലി അടുത്തുള്ള മുണ്ടക്കൈ ഈ 3 സ്ഥലത്തിനിടയ്ക്കുള്ള സ്ഥലത്തെ കേന്ദ്രീകരിച്ച് ഉള്ളൊരു അന്വേഷണം വന്നിരുന്നു. അന്വേഷണ ആരംഭത്തിൽ ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചുവെന്ന് ജസ്നയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ജസ്ന തിരോധാനം അന്ന് മുതൽ ഞാൻ എരുമേലി പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞു എരുമേലി അല്ല വെച്ചുറയാണ് നിങ്ങൾ താമസിക്കുന്നത്, അവിടെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനന്നേരം പറഞ്ഞു പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്നതല്ലായിരിക്കും സാർ എന്ന് ഞാനവിടെ വീണ് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ വെച്ചുറ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ട് പരാതി കൊടുത്തു. അവരും ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ 7 ദിവസം കഴിഞ്ഞാണ് വന്നത്. ചിലപ്പോൾ നമ്മൾ അന്വേഷിച്ച കേസുകളിൽ ചിലപ്പം നമ്മൾ ചെയ്യുന്ന ട്രാക്ക് ചിലപ്പം ആ രീതി കൂടെ പോകണമെന്നില്ല. പക്ഷേ ആ ട്രാക്കിൽ നിന്ന് മാറി ചിലപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടാകും. ഇത് അതുപോലെ വന്നൊരു കേസായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ അന്വേഷിക്കുന്ന മുമ്പ് തന്നെ ലോക്കൽ പോലീസ് അന്വേഷിച്ച്
ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവരന്വേഷിക്കുകയും ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത് സമൂഹത്തിലുണ്ടായിട്ട് കുറേ ഇമ്പാക്റ്റുണ്ട്, കുറേ സംശയങ്ങളുണ്ട്. ആ സംശയം ധ്രുവീകരിക്കാൻ വേണ്ടി അവരൊത്തിരി ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ അതാണ് ആദ്യം ഉണ്ടായ ചെറിയ കാര്യങ്ങൾ അതൊക്കെയാണ്. ആ സംശയം വന്ന് അതങ്ങനെയാണ് പോയിരുന്നത്. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് വാദങ്ങൾ ഏറ്റവും കൂടുതൽ ചേർത്ത് വായിക്കപ്പെട്ട കേസ് കൂടിയായിരുന്നു ജസ്ന തിരോധാനം. അതുകൊണ്ട് തന്നെ ജസ്നയെ കാണാതായ ദിവസം മുതൽ കേരളം വിശ്വസിച്ചിരുന്നത് ആരൊക്കെയോ പടച്ചുവിട്ട ചില കഥകൾ മാത്രമായിരുന്നു. ജസ്ന ഒരു മതപഠന കേന്ദ്രത്തിൽ, ജസ്നയ്ക്ക് മതതീവ്രവാദ സംഘടനയുമായി ബന്ധം. തീവ്രവാദ സംഘടന ജസ്നയെ തട്ടിക്കൊണ്ടുപോയി സിറിയയിൽ പാർപ്പിച്ചിരിക്കുന്നു. അവിടെ മറ്റൊരു മതസ്ഥനുമായി ഒരുമിച്ച് ജീവിക്കുന്നു. ജസ്ന ഗർഭിണിയാണ്, അവർക്ക് ഒരു കുഞ്ഞുകൂടിയുണ്ട്. ഇങ്ങനെ എത്രയെത്ര നിറം പിടിപ്പിച്ച കഥകൾ. ജസ്ന എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ CBIക്ക് കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ കുറെ കാലമായി പടർന്നു പന്തലിച്ച വ്യാജ മതതീവ്രവാദ കഥകൾക്ക് അവസാനമുണ്ടാക്കാൻ കഴിഞ്ഞു. ജസ്ന രാജ്യം വിട്ടുപോയിട്ടില്ലെന്നും മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നും CBI കണ്ടെത്തി. രാജ്യത്തിനകത്തും പുറത്തും അനേകം അജ്ഞാത മൃതദേഹങ്ങൾ പരിശോധിച്ചു. ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകൾ പരിശോധിച്ചു. തീർച്ചയായിട്ടും അവർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അതുതന്നെയല്ല, അവർ കൊടുത്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും എല്ലാ ലുക്കൗട്ട് നോട്ടീസുകളും ഇപ്പോൾ ലൈവാണ്. അതോടൊപ്പം തന്നെ പാസ്പോർട്ട് സംബന്ധിച്ച് ഇനി പുതിയ പാസ്പോർട്ട് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അതും അവർ പാസ്പോർട്ട് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ എല്ലാ റിപ്പോർട്ടുകളെല്ലാം തന്നെ ലൈവായിട്ടുള്ളതാണ് എന്നുള്ളതാണ് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ജസ്ന താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയെന്നും കോവിഡ് പടരുന്ന സമയം കേരളത്തിനപ്പുറത്ത് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം ജസ്നയെ കയ്യെത്തും ദൂരത്ത് നിന്ന് നഷ്ടപ്പെട്ടുവെന്നും അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി വെളിപ്പെടുത്തിയിരുന്നു. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചോളം ഇത് വലിയ ഒരു ദുഷ്കരമായിട്ടുള്ളൊരു സംഭവമായിപ്പോയി. ഞങ്ങൾ പോയ സ്പീഡിലുള്ള ആ സ്പീഡ് വളരെയധികം കുറഞ്ഞുപോയി. കാരണം പല കേസുകളിൽ ഞങ്ങളൊരു സാക്ഷിയെ വിളിച്ചാൽ അല്ലെങ്കിൽ അവരപ്പം തന്നെ കൊറോണ എന്ന് പറഞ്ഞ് എഴുതരുതാണ്, അല്ലെങ്കിൽ ആരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അപ്പോൾ തന്നെ അവർ തരുന്നതാണ്. പിന്നെ നമ്മുടെ തന്നെ ഉദ്യോഗസ്ഥരെ എക്സ്പോസ് ചെയ്യുന്നതിലും തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കോവിഡ് കാലഘട്ടം കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചോളം വളരെയധികം അതിൻ്റെ സ്പീഡിനെ കുറവ് വരുത്താൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ CBI നൽകിയിരിക്കുന്നത് ഒരു ഇടക്കാല റിപ്പോർട്ട് മാത്രമാണെന്നും കൂടുതൽ തെളിവുകൾ ലഭ്യമാകുന്നതനുസരിച്ച് പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടെന്നും ടോമിൻ തച്ചങ്കരി വ്യക്തമാക്കി. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് CBI. നമ്മൾ നിരാശരാകേണ്ട കാര്യമില്ല, മടിച്ച് ഇത് നിർത്തി അല്ലെങ്കിൽ പൂർണ്ണമായി അടഞ്ഞു എന്ന് കരുതേണ്ട കാര്യവുമില്ല. CBIയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഇപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു കേസ് അന്വേഷിച്ച് കഴിയുമ്പോൾ അത് ഈവൻ റിപ്പോർട്ട് കൊടുക്കുക എന്ന് പറയും. അതായത് ഒരു താൽക്കാലികമായിട്ട് അവർ ലിസ്റ്റിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് അന്വേഷണം നടത്താമെന്നുള്ളതാണ്. അങ്ങനെ നടത്തുന്ന കേസിൻ്റെ അന്വേഷണമാണ് അത് പറയുന്നത്. അപ്പോൾ ഒരിക്കലും അതൊരു ഹോപ്പ് തീർന്നുകൊണ്ടല്ല, പക്ഷേ എനിക്കത് ആക്റ്റീവായിട്ടുള്ള അന്വേഷണം ഇനി കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് വരുന്നത്. CBIയുടെ അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവാകുന്ന ചില സംഭവങ്ങളും ഉണ്ടായി. ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് അറിവുണ്ടെന്ന ഒരു മോഷണക്കേസിലെ പ്രതിയായ യുവാവ് പറഞ്ഞതായി പൂജപ്പുര സെൻട്രൽ ജയിലിലെ മറ്റൊരു പ്രതിയുടെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തിന് ചെറിയൊരു പ്രതീക്ഷ നൽകി. എങ്കിലും ആ സൂചന നൽകിയ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അന്വേഷണം ആരംഭിച്ച് 3 വർഷത്തിനപ്പുറം ഒരന്ത്യവും കാണാതെ ജസ്നയുടെ കുടുംബത്തെയും മലയാളികളെയും നിരാശരാക്കി CBI ജസ്ന തിരോധാന കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ച് തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ജസ്നയെ കണ്ടെത്താനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് ക്ലോഷർ റിപ്പോർട്ട് CBI സമർപ്പിച്ചത്. ബന്ധുക്കൾ ജസ്നയെ അവസാനമായി കണ്ട ദിവസം വീട്ടിൽ ഫോൺ ഉപേക്ഷിച്ച് ജസ്ന പോകണമെങ്കിൽ തന്നെ മൊബൈൽ ടവർ സിഗ്നൽ ഉപയോഗിച്ച് ആരും കണ്ടെത്താതിരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ. അതല്ല, വീട്ടുകാരോ സുഹൃത്തുക്കളോ അറിയാത്ത ഒരു കാമുകനൊപ്പം ജസ്ന പോയതാണെങ്കിൽ ഈ 5 വർഷക്കാലം വാർത്തകളൊക്കെ കണ്ട് താൻ എവിടെയുണ്ടെന്ന് അറിയിക്കാവുന്നതല്ലേ. അങ്ങനെ മോശമായൊരു വഴിയിലേക്ക് പോകാൻ ചാൻസ് ഇല്ല. നല്ല കൊച്ചായിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന കൊച്ചായിരുന്നു. അങ്ങനെ ഒരു വീഴ്ച പറ്റാൻ സാധ്യതയില്ല. എന്തെങ്കിലും അപകടങ്ങളോ അവരെന്തെങ്കിലും ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ
തന്നെ ഇതുവരെയുള്ള അന്വേഷണങ്ങളും അനുബന്ധ സംഭവങ്ങളും കൂട്ടി വായിച്ചാൽ ജസ്നയുടെ തിരോധാനം ചില ആസൂത്രിത നീക്കങ്ങളിലൂടെ ഉണ്ടായതാണോ എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അന്വേഷണ സംഘവും ബന്ധുക്കളും കരുതും പോലെ പുതിയ തെളിവുകൾ ജനിക്കും. അന്വേഷണം പുതിയ തലത്തിലേക്ക് മാറും. എല്ലാം മറയും നീക്കി അവൾ വരും. CBI അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന അഭിപ്രായം. അതിനെ ഒരു തള്ളുകയോ അല്ലെങ്കിൽ അത് ഇതായി കളയുകയോ ഒന്നും ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അവർ അതിനെ ബേസ് കൊണ്ടാണ് തുടർന്ന് അന്വേഷണം നടത്തിയിട്ടുള്ളതും. പക്ഷേ ഇപ്പോൾ ഫൈനലായിട്ട് അവരൊരു ഫൈനൽ റിപ്പോർട്ടില്ലെങ്കിലും ഒരു താൽക്കാലികമായിട്ട് അവരിങ്ങനെ ഈവൻറ്റ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ജസ്ന ഒരു മരീചികയൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെ അവർ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ഉണ്ടെങ്കിലും അവരെ CBI എന്നെങ്കിലും കണ്ടെത്തും. പ്രതീക്ഷയോടെ റീഓപ്പൺ. ഈ റിപ്പോർട്ടോടെ പോലീസ് ഷെയർ പൂർണ്ണമാകുന്നു.